ആൻറ്റി വൈറസിൽ കടലിനെ കുറിച്ചും ജൈവവൈവിധ്യത്തെക്കുറിച്ചും കടലും കാലാവസ്ഥയെക്കുറിച്ചും ഇതൊരു പ്രോഗ്രാം ചെയ്യാമോ? ചെയ്യാം. ഐ ലൈക്ക് ഇറ്റ്. കടൽ എനിക്ക് ഭയങ്കര ആവേശമാണ്. ഓക്കെ, ജൈവ വൈവിധ്യത്തെക്കുറിച്ച് ചെയ്തില്ലെങ്കിൽ അതിൻ്റെ ഫിസിക്കൽ ഫോർമാറ്റിനെ കുറിച്ച് ചെയ്യാൻ എനിക്ക് വലിയ താല്പര്യമുണ്ട്. ജൈവ വൈവിധ്യം ഓക്കെ. കടൽ, നിങ്ങൾക്കറിയോ കടലിൽ കിടക്കുന്ന ജീവികൾ, ഫോർ എക്സാമ്പിൾ തിമിംഗലം കരയിൽ എന്തുകൊണ്ടാണ് ജീവിക്കാൻ പറ്റാത്തത്? അതൊരു കരയിൽ ജീവിച്ച ജീവിയാണ് തിമിംഗലം. അതിന് ലങ്സ്, അത് എപ്പോഴും വെള്ളത്തിൽ കിടന്നാലും മേളിൽ വന്നു കഴിഞ്ഞാലേ അതിനെ ശ്വസിക്കാൻ പറ്റുള്ളൂ. പക്ഷേ ഈ തിമിംഗലം വെള്ളത്തിൽ കിടക്കുമ്പം അതിൻ്റെ ഭാരം ഏതാണ്ട് ഓൾമോസ്റ്റ് അത് ബോയൻ്റ് ആണ്. ബോയൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് മുങ്ങാൻ കഴിയത്തില്ല. ചിലപ്പോൾ ഒരല്പം വ്യത്യാസം വരും. ഓൾമോസ്റ്റ് അതിൻ്റെ ഭാരം ആയിട്ട് നോക്കുകയാണെങ്കിൽ അത് വെയ്റ്റ്ലെസ് എന്ന് പറഞ്ഞാൽ അതിന് ഫീൽ ചെയ്യുന്നത് അങ്ങനെയായിരിക്കും. ഒരു 48-50%, ചിലത് 50% എന്ന് പറയും. അപ്പോൾ അതുകൊണ്ട് ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നോക്കൂ, ഒരു ആന അതിൻ്റെ ഒരു തിമിംഗലം എന്ന് പറഞ്ഞ ഒരു ആനയുടെ എത്ര ഇരട്ടിയുള്ള ജീവിയാണ്. അപ്പം അതിൻ്റെ ഓരോ അവയവം, ഇപ്പം നമ്മൾ ഇങ്ങനെ കിടക്കുമ്പോൾ, കമിഴ്ന്ന് കിടക്കുമ്പോൾ, മലർന്ന് കിടക്കുമ്പോൾ നമ്മുടെ ഇവിടെ ഒരു ശ്വാസം മുട്ടൽ പോലെ അനുഭവപ്പെടുന്നില്ല. കാര്യം അതിന് മേളിലുള്ള മാംസവും എല്ലും എല്ലാം കൂടെ വന്ന് അതിനെ താങ്ങുകയാണ് ചെയ്യുന്നത്. ഭാരം ഇങ്ങനെ താങ്ങുകയാണ് ചെയ്യുന്നത്. നമ്മൾ വെള്ളത്തിനടിയിലോട്ട് പോകുമ്പോൾ കൂടുതൽ താഴോട്ട് പോകുമ്പോൾ മർദ്ദം കൂടുതൽ തോന്നുന്നതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വെള്ളം, നമ്മുടെ മേളിലുള്ള വെള്ളം എത്രയുണ്ടോ അത് നമ്മളെ താഴോട്ട് ഇതാക്കുകയാണ്, ഗ്രാവിറ്റി കാരണം. അപ്പോൾ നമ്മൾ ഈ മരിയാന ട്രെഞ്ചിലൊക്കെ പോകുമ്പോൾ ആ ട്രെഞ്ചിൻ്റെ ഉള്ളിൽ ഈ 11 കിലോമീറ്റർ പൊക്കത്തിലുള്ള വെള്ളം നമ്മുടെ മേളിലുണ്ട്. അത്രയൊന്നും പോകാൻ നമുക്ക് പറ്റില്ല, അത് വേറെ കാര്യം, ഞാൻ പറഞ്ഞാണ്. അതാണ് പ്രഷർ എന്ന് പറയുന്ന സാധനം. അപ്പം ഈ തിമിംഗലത്തിൻ്റെ തന്നെ അതിൻ്റെ ശ്വാസകോശം യഥാർത്ഥത്തിൽ നല്ല രീതിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് വെള്ളത്തിൽ കിടക്കുന്നത്. ഇത് കരയിൽ വന്ന് വരുമ്പോൾ ഉണ്ടല്ലോ, ആ ശ്വാസകോശത്തിൻ്റെ മേളിലുള്ള അതിൻ്റെ കൊഴുപ്പ് പാളികളും ശരീരവും ടൺ കണക്കിനുണ്ടാവും. അതെല്ലാം കൂടെ വെച്ച് ഇത് ഇങ്ങനെ ഞെരുക്കി കഴിഞ്ഞാൽ ഇതിന് ശ്വാസം വലിച്ചെടുക്കാൻ ബുദ്ധിമുട്ടുണ്ട്. അതാണ് ഈ കരയിൽ പിടിച്ചിട്ട് കഴിഞ്ഞാൽ മണിക്കൂറുകൾക്കുള്ളിൽ തിമിംഗലം മടിയാവുന്നതിൻ്റെ കാര്യം. അല്ലാതെ കരയിൽ നിന്നുള്ള അന്തരീക്ഷ ഓക്സിജനാണ് അതിന് വേണ്ടത്. അതിൻ്റെ ഒരു പരിണാമ ചരിത്രം തന്നെ എങ്ങനെയാണ്. പക്ഷേ ആ കടലിലുള്ള ആ മർദ്ദം എന്ന് പറയുന്നൊരു സംഗതി, ബോയൻസി എന്ന് പറയുന്നൊരു സംഗതി, ഇത് കിട്ടാത്തതുകൊണ്ടാണ് ആ തിമിംഗലം കരയിൽ തീരത്ത് വന്നടിഞ്ഞ് പെട്ടെന്ന് അതിനെ വെള്ളത്തിലേക്ക് ഇറക്കി വിടാൻ നോക്കുന്നത്. അത് ചെയ്യാം. ഐ ലൈക്ക് കടലും സ്പേസും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്.